മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ ഉണ്ടായേക്കില്ല. വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ച പ്രതിസന്ധി മറികടക്കാൻ ആലോചന. വകുപ്പുതല അന്വേഷണം ഉണ്ടായാലും അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകും. വിശദീകരണം തേടിയ DGPക്ക് സ്ഥലത്ത് ഇല്ലെന്ന മറുപടിയാണ് അജിത് കുമാർ നൽകിയത്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറി ആരോപണവുമായി ബന്ധപ്പെട്ട ADGP എം.ആർ. അജിത് കുമാറിനെതിരെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ADGPക്കെതിരെ സർക്കാർ നടപടിയെടുക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അത് വകുപ്പ് തല അന്വേഷണത്തിൽ ഒതുങ്ങും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടുത്ത നടപടിയായ സസ്പെൻഷനുമായി മുന്നോട്ട് പോയാൽ എം.ആർ. അജിത് കുമാർ അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോകും എന്നുള്ളതാണ് സർക്കാരിന്റെ ആശങ്ക. അങ്ങനെ വരുമ്പോൾ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത്. വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചാൽ ADGP എം.ആർ. അജിത് കുമാറിന് DGPയായി പ്രൊമോഷൻ ലഭിക്കുന്നത് തടയാനും കഴിയും. അങ്ങനെ ADGPയെ സംരക്ഷിച്ചു എന്ന ആരോപണത്തിൽ നിന്ന് തൽക്കാലം സർക്കാരിന് തലയൂരാനും കഴിയും. ഏതായാലും ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് SIT സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് DGPയുടെ പക്കലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത DGP തേടിയിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് വ്യക്തത സംബന്ധിച്ചുള്ള റിപ്പോർട്ട് SP DGPക്ക് കൈമാറിയത്. ഇക്കാര്യത്തിൽ എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എം.ആർ. അജിത് കുമാർ നൽകിയ മറുപടി അദ്ദേഹം സ്ഥലത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം വൈകും. അങ്ങനെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുന്നതും വൈകും. ഏതായാലും തിങ്കളാഴ്ച ശേഷം മാത്രമേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ. അപ്പോഴേക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് DGP ഉള്ളത്. ആ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും നിലവിൽ DGPയുടെ പക്കലുള്ള റിപ്പോർട്ടിൽ എം.ആർ. അജിത് കുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള തെളിവുകൾ ദുർബലമാണെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ആശങ്ക സർക്കാരിനുള്ളത്. ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഈ മാസം വിരമിക്കുകയാണ്. ആ ഒഴിവിലേക്കാണ് ADGP എം.ആർ. അജിത് കുമാറിന് DGPയായി പ്രൊമോഷൻ ലഭിക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി 20-ാം തീയതി ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. നിലവിൽ എം.ആർ. അജിത് കുമാറിനെതിരായ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയ ശേഷം സ്ക്രീനിംഗ് കമ്മിറ്റി കൂടിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ തലത്തിൽ നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.